പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. കൂടുതൽ ആൾക്കാരും തങ്ങൾ സന്തോഷവാന്മാരാണ് എന്നതിനേക്കാൾ തങ്ങൾ ദയനീയരാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ്. വാശിയൊക്കെ ആകാം, പക്ഷേ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കണം. പിരിയേണ്ടി വന്നാൽ ദുഃഖം ഇരുവർക്കും ഒരുപോലെയാണ് എന്ന് മറക്കാതിരിക്കുക. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്ന് ഓർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടു കൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം. നാം എല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ അഭിപ്രായത്തെക്കാൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും നമ്മൾ കൊടുക്കുന്ന വിലയും പരിഗണനയും മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിൽ വെളിച്ചം പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന തിരിച്ചറിവ് നൽകുന്നത്. ലോകത്തിൽ കലഹം പലവിധമുണ്ടെങ്കിലും അനുസരണയില്ലാത്ത സ്വന്തം മനസ്സിനോട് കലഹിക്കുന്നതിനോളം ക്ലേശം മറ്റൊന്നിനുമില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം. അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു. അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത്. ചതിക്കുന്ന സ്ത്രീകളെ 2 കാര്യങ്ങളുടെ തിരിച്ചറിയാം. 1, അവർ നിങ്ങളെ അമിതമായി പ്രോത്സാഹിപ്പിക്കും. 2, കൂടുതലായി ആശങ്ക പ്രകടിപ്പിക്കും. നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല, നമുക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക. അത് സ്നേഹമായാലും പരിഗണനയായാലും. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. സത്യത്തിന് ഭാരം കൂടുതലുള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല. എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ്. അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരാളുടെ മുഖം എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും. വിജയം എന്നത് യാദൃച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ഏറ്റവും വലിയ രഹസ്യം ഇതാണ്: നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്ന് മാത്രം മതി: ആരെയും പറ്റി മോശമായി പറയാതിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിജയം അനന്തമായി നീളും. നിരന്തര പരിശ്രമം ഏറ്റവും അത്യാവശ്യമാണ്. മനസ്സറിഞ്ഞു സ്നേഹിച്ച ഒരാളെയും മരിക്കോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല. എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലകുനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം. പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് ജീവിതം. യാത്ര തുടരാം, നല്ല ചിന്തകളോടെ, കരുത്തുറ്റ മനസ്സോടെ. വിശ്വാസവും ശ്വാസവും ഒരുപോലെയാണ്. ഒരിക്കൽ നിലച്ചാൽ പിന്നെ ജീവൻ ഉണ്ടാകില്ല. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏതു ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. സത്യത്തിന് ഭാരം കൂടുതലുള്ളതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരില്ല. എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ്. അതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും ഇത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് എതിർപ്പുകൾ കൂടുന്നുവെങ്കിൽ അത് വെറുപ്പിന്റെ ലക്ഷണമല്ല, അത് നിങ്ങളുടെ വളർച്ചയുടെ ലക്ഷണമാണ്. 2 സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക. 1, നിങ്ങളുടെ വാക്കുകൾക്ക് വില ലഭിക്കാത്തപ്പോൾ. 2, നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിനെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. ഉള്ളിലുള്ള വികാരങ്ങൾ മറച്ചുവെച്ച് മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്നതിലും ഭേദം ഓരോരുത്തരും അവരവരായി തന്നെ ജീവിക്കുന്നതാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. നിങ്ങളുടെ പ്രവൃത്തികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ കാര്യങ്ങൾക്ക് സമയമെടുക്കും. ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പിന്നിലാണെന്നതുപോലെ പ്രവർത്തിക്കുക. പകർന്നു നൽകിയത് പകരം വയ്ക്കാനാവാത്ത സ്നേഹമാണെങ്കിൽ പറത്തിവിട്ടാലും തിരികെ നമ്മളിലേക്ക് തന്നെ പറന്നിറങ്ങും. നിങ്ങൾക്കൊരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതുതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ചിന്തിക്കാതെ സംസാരിക്കരുത്. മനസ്സിലാക്കാതെ വിധിക്കരുത്. സത്യമറിയാതെ ഊഹിക്കരുത്. ഭയം എന്നത് മിഥ്യയാണ്. ഭയം നിലനിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ മാത്രമാണ്. മറ്റൊരിടത്തും ഭയം നിങ്ങൾക്ക് ദർശിക്കാനാകില്ല. കോപം, പശ്ചാത്താപം, വേവലാതി, പക എന്നിവയിൽ നിങ്ങളുടെ സമയം പാഴാക്കരുത്. ജീവിതം വളരെ ചെറുതാണ്. അസന്തുഷ്ടനായി ജീവിക്കരുത്. പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് നീങ്ങുക. പഴയകാല അനുഭവങ്ങൾ ഓരോന്നും പാഠങ്ങളാണ്. അവയിൽ തന്നെ മനസ്സിനെ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ഒരിക്കലും പണത്തിനായി ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിലും മൂല്യങ്ങളിലും ശ്രദ്ധ നൽകുക. ആളുകൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ അധ്വാനിക്കുക. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ, മറ്റുള്ളവർ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾ പൊരുതുക. ഒരു ദിവസം അവർ തോൽവിയിൽ പശ്ചാത്തപിക്കുമ്പോൾ നിങ്ങൾ വിജയിയായി നിലകൊള്ളും. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ കൈവെള്ളയിലുള്ള ഒരു നിമിഷം മാത്രമാണ് ജീവിതം എന്ന് തിരിച്ചറിയുക. ഓരോ ദിവസങ്ങളിലും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും ലോകമാകട്ടെ ഓരോ ദിവസങ്ങളും. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളെ അവിശ്വസിക്കുന്ന സ്ത്രീകളെ ഒഴിവാക്കുക. ജീവിതം സുന്ദരമാണ്. അത് പക്ഷെ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണെന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു പളുങ്കുപാത്രമാണ് ജീവിതം. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതെന്തും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേ ഉള്ളൂ: അഭിനയം. തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും. തളരാതെ മുന്നോട്ട് പോകുക. കാരണം ജീവിതം നമ്മുടേതാണ്. ജീവിക്കേണ്ടത് നമ്മളാണ്. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടതെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ദേഷ്യം വരുമ്പോൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ മനഃശക്തിയുടെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാൻ നല്ല മനഃശക്തി വേണം. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. കാലം എല്ലാം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ്
കൂടുതലും വിജയിക്കുന്നത്. അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു. ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും. നിങ്ങളെ വാക്കുകൾ കൊണ്ട് വശീകരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ ശ്രദ്ധിക്കണം. അവർക്ക് നിങ്ങളുടെ നാശമാണ് പ്രധാനം. കുടുംബത്തിലായാലും സുഹൃത്ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക, ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളതില്ലാതാകാനും ഇല്ലാത്തതുണ്ടാകുവാനും അധികം സമയം വേണ്ടി വരില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. തെറ്റ് മാത്രം കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അസൂയയാണ്. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും. സ്നേഹമാണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാത്ത പ്രശ്നത്തെക്കുറിച്ച് മാത്രം പരാതിപ്പെടുന്നവരെ അവഗണിക്കുക. നിങ്ങൾ ഏത് സ്ഥിതിയിലായിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സ്വർണത്തെക്കാൾ വിലയേറിയത് വജ്രങ്ങളാണ്. വജ്രങ്ങളെക്കാൾ വിലയേറിയത് ഒന്ന് മാത്രം: നിങ്ങളുടെ മാനുഷിക മൂല്യങ്ങൾ. നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുക. മറ്റൊരാളിൽ നിന്നും യഥാർത്ഥ സ്നേഹം ആഗ്രഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സ്ഥിരത എന്ന ഗുണം പോലെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ മറ്റൊന്നില്ല. സ്ഥിരതയോടുള്ള പ്രവർത്തനം പ്രകൃതി നിയമങ്ങളെപ്പോലും മറികടക്കുന്നു. തുറമുഖത്ത് കെട്ടിയിട്ടിരിക്കുന്ന വള്ളം സുരക്ഷിതമാണ്, എന്നാൽ കാലക്രമേണ അതിൻ്റെ അടിഭാഗം നശിച്ചു പോകും. സുരക്ഷയല്ല, അവസരങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. കർമ്മത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശരീരവും ഹൃദയവും മുറിവുകളും കാലക്രമേണ സുഖപ്പെടുന്നതാണ്. നിങ്ങളുടെ ആത്മാവ് സ്വയം പുനർജനിക്കുന്നതാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. ലോകത്തിൽ കലഹം പലവിധമുണ്ടെങ്കിലും അനുസരണയില്ലാത്ത സ്വന്തം മനസ്സിനോട് കലഹിക്കുന്നതിനോളം ക്ലേശം മറ്റൊന്നിനുമില്ല. രണ്ട് സന്ദർഭങ്ങളിൽ മാത്രം മൗനം പാലിച്ചേ മതിയാകൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. രണ്ടാമതായി, ഒരക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവന്റെ മുൻപിലും. ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തി എഴുതാനായെന്നു വരില്ല, എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം, അതിലൂടെ ഭാവിയെയും. തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധരായിരിക്കും. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്.